total internal reflection. Critical angle and total internal reflection. Okay. ഈ ക്രിട്ടിക്കൽ ആംഗിൾ ആൻഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഞാൻ ഒരുമിച്ച് ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞു തരാമേ. അതായത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താണെന്ന് പറഞ്ഞു തരുന്നതിനോടൊപ്പം ക്രിട്ടിക്കൽ ആംഗിൾ നമുക്ക് ചെയ്യാം. ഇവിടെ ശ്രദ്ധിച്ചോണം. അതായത് നീ കുറെ എഴുതാനുണ്ടോ? എഴുതിയെടുത്തു. ഓക്കെ. അതായത് ഇതൊരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. അപ്പം ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഓർഡറിലല്ല പഠിപ്പിക്കുന്നത്. ഇത് ഒരു ടോപ്പിക്കായിട്ട് അങ്ങ് എടുക്കുക മൊത്തത്തിൽ. അങ്ങനെ പഠിപ്പിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പം ഇത് ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. ഇതൊരു ഡെൻസർ മീഡിയമാണ്. ഇതൊരു എന്ത് മീഡിയമാണ്? ഇതൊരു ഡെൻസർ മീഡിയമാണ്. ഇതൊരു റെയറർ മീഡിയമാണ്. ലൈറ്റ് റേ ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് പോവാണ്. ദെൻ ഈ പോയിന്റിൽ വന്ന് വീണു എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ പോയിന്റിൽ വന്ന് വീണു എന്ന് വിചാരിക്കാം. എന്തായിരിക്കും സംഭവിക്കുന്നത് ആരോണേ? ഈ പോയിന്റ് വന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ പോയിന്റിൽ ഒരു നോർമൽ വരയ്ക്കണം. ശരിയല്ലേ? ഇല്ലേ? നോർമൽ വരയ്ക്കണം. ആണോ? നോർമൽ വരയ്ക്കണം. അപ്പൊ നമ്മൾ നോർമൽ വരച്ചു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് ഇഫ് എ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം ഡെൻസർ ടു റെയർ മീഡിയം? എന്താ മിഷേലെ സംഭവിക്കുന്നത്? മൂവ് away from the normal. ആണോ മിഷേലെ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ആ ലൈറ്റ് റേയുടെ പാത്ത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ വീഴുന്ന ആംഗിളിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കും. ആണല്ലോ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കും. ഇതിനെ എന്തെന്ന് വിളിക്കും? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വിളിക്കും. ഇതൊരു വലിയ റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. ഞാൻ ആ പോയിന്റിൽ തന്നെ വെച്ചിട്ട് വേറൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഞാൻ അതേ സർഫസിൽ തന്നെ ഇൻസിഡന്റ് ചെയ്യിക്കാൻ പോവാം. അപ്പം നോക്കിയോ, ഇതായിരിക്കും അവിടുത്തെ എന്ത്? ഇതായിരിക്കും അവിടുത്തെ നോർമൽ. ആണല്ലോ? അപ്പൊ അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതായിരിക്കുമല്ലോ. ശരിയല്ലേ? ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണോ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണോ വലുത്? ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണോ ഈ ആംഗിൾ ആണോ ഈ ആംഗിൾ ആണോ വലുത്? ഈ ആംഗിൾ ആണ് വലുത്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും വലുതാണെന്ന് അർത്ഥം ഇതിനെക്കാട്ടിലും. അപ്പൊ ഒബ്വിയസ്ലി ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷനെക്കാട്ടിലും കൂടുതലാണോ കുറവാണോ വരുന്നത്? അതായത് ഇത് റെയറിൽ നിന്ന് ഡെൻസറിൽ നിന്ന് റെയറിലോട്ടാണ് തന്നെ പോകുന്നത്. അപ്പൊ ഇറ്റ് ബെൻഡ് അവേ ഫ്രം ദി നോർമൽ തന്നെയാണ്. അപ്പൊ ഇതിനേക്കാളും കൂടുതൽ ബെൻഡ് ചെയ്യുമോ അതോ ബെൻഡിങ് കുറയോ? എടാ, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പം ഇത് ഇങ്ങനെ പോവോ അതോ ഇങ്ങനെ പോവോ? ഇങ്ങനെ അതോ ഇങ്ങനോ? ഇങ്ങോട്ടോ? ഇതാണോ ഇതാണോ? മൂവ് അവേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ആംഗിളിനെക്കാട്ടിലും കൂടുതലായിരിക്കും ഈ ആംഗിൾ, അതോ ആ ആംഗിളിന്റെ അതേപോലെ തന്നെ ആയിരിക്കും, അതോ ആംഗിളിന്റെ കാട്ടിലും കുറവായിരിക്കും? ആംഗിളിനെക്കാളും കുറവായിരിക്കത്തില്ല. ആ ആംഗിളിന് അത് കൂടുതലായിരിക്കോ ഈക്വൽ ആയിരിക്കും? എടാ, ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടിയാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ത് ചെയ്യും? ഇവിടെ മിഷേൽ എന്ന് പറയാമോ? മിഷേലെ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടും. അതായത് നീ ഒരു ക്ലാസ് കണ്ടായിരുന്നോ? മനസ്സിലായില്ലേ? ഇടയ്ക്കോ മിസ്സിംഗ് ഉണ്ട്. അപ്പൊ നോക്കിയോ, അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഇവിടെ ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഉണ്ടായി. ബെൻഡ് അവേ ഫ്രം ദി നോർമൽ ഡെൻസറി റെയറിലോട്ട്. അടുത്ത അതേ പോയിന്റിൽ തന്നെ വെച്ചിട്ട് ഇതിനേക്കാളും വലിയ ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണ് ഞാൻ ഇവിടെ ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടത്തെക്കാളും കൂടുതൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇവിടെ വരണം. മനസ്സിലായോ? അപ്പം ഇതുണ്ട്, ഇവിടത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇതായി ആണല്ലോ. ലൈറ്റ് റേ തന്നെ ഇങ്ങനെ പോകും. ശരിയല്ലേ? ഇനി അവിടെ തന്നെ വെച്ചിട്ട് വേറൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഞാൻ ഇൻസിഡന്റ് ചെയ്യിക്കാൻ പോവാണ്. ഇങ്ങനെ. അതിനെ ഞാൻ റെഡും കൊണ്ടങ്ങ് കാണിക്കാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഓക്കെ. അപ്പം ഇത് നോക്കി, ഇപ്പം ഇതാണ് ഇൻസിഡന്റ് റേ. അപ്പൊ നോർമൽ എങ്ങനെ നിങ്ങൾ വരയ്ക്കും? നോർമൽ ഇവിടെ വരയ്ക്കണം. ശരിയല്ലേ? ഇവിടെ വരയ്ക്കണം. ഇനി എന്താ സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് ഇഫ് എ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം ഡെൻസർ ടു റെയർ മീഡിയം? ഇറ്റ് ബെൻഡ് അവേ ഫ്രം ദി നോർമൽ. അപ്പം ആദ്യത്തേനെ എവേനെക്കാട്ടിലും കൂടുതലായിരുന്നു രണ്ടാമത്തേനെ എവേ. അതിനേക്കാളിലും കൂടുതലായിരിക്കും എന്താ? മൂന്നാമത്തെ എവേ. അപ്പം ഇവിടെ നോക്കിക്കോണം, ഈ ഒരു ലൈറ്റ് റേ റിഫ്രാക്ട് ചെയ്തിട്ട് ഇങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പൊ നിങ്ങൾ അതിപ്പം എന്താ, ആ സർഫസിന് പാരലൽ ആയിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ. അതായത് ഇവിടുത്തെ ഡയറക്ഷൻ തന്നെ ഇങ്ങനെയായിരിക്കും. ഇപ്പൊ ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര? എത്ര ഇടാന്ന് പറഞ്ഞാൽ എത്ര? 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി. ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി.
ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുന്ന ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ സി എന്നായിരിക്കും. എന്താണ്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുന്ന സമയത്തുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ക്രിട്ടിക്കൽ ആംഗിൾ. ഇതാണ് ഇവിടുത്തെ ക്രിട്ടിക്കൽ. ഓക്കെ ഓക്കെ, ആ കേസ് എടുത്തു. ഇനിയും ലൈറ്റ് റേ ഇവിടുന്ന് തന്നെ നോക്കി അടുത്തൊരു പോയിന്റിലേക്ക് ഞാൻ ഇൻസിഡന്റ് ചെയ്യിക്കാൻ പോകുന്നത് ഇവിടുന്ന്. അപ്പം എങ്ങനെയായിരിക്കും വരിക? എങ്ങനെയായിരിക്കും ഇത് വരിക? നോക്കിക്കോ. ഇനി എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇപ്പൊ തന്നെ ഇതുവഴി അത് പാസ് ചെയ്തു പോയെ, ഇപ്പൊ തന്നെ സർഫസിൽ കൂടെ പോയത്. ഇനി എന്താ? ഇനി റിഫ്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇനി എന്ത് ചെയ്യും? ഇനി അത് പകരം എന്ത് ചെയ്യുന്ന അറിയാമോ? അത് റിഫ്രാക്ട് ചെയ്യാതെ റിഫ്ലക്ട് ചെയ്ത് സെയിം മീഡിയത്തിലേക്ക് തന്നെ വരും. ഇതിനെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണെങ്കിൽ പോലും അവിടെ എന്ത് നടന്നു? റിഫ്ലക്ഷൻ നടന്നു എന്നുള്ളതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ആയിട്ട് ചില കേസിൽ ബിഹേവ് ചെയ്യും. അതിനെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. മഴവിൽ ഉണ്ടാകുന്നത് ഈ ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസം കൊണ്ടാണ്. ഇതില്ലെങ്കിൽ മഴവിൽ ഉണ്ടാവില്ല. 2, ഡയമണ്ട് തിളങ്ങുന്നത് ഈ ഒരു പ്രതിഭാസം ഉള്ളതുകൊണ്ടാണ്. മനസ്സിലായോ? അതേപോലെ തന്നെ നിങ്ങൾ ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് റോഡിൽ വെള്ളം കിടക്കുന്നുള്ളൊരു ഫീലിങ്ങും അടുത്ത് ചെല്ലുമ്പം അവിടെ വെള്ളം ഇല്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ഉണ്ടാവാറുണ്ടോ മിഷേലെ? ഉണ്ട്. അതും ഈ പറഞ്ഞ മിറാഷ് എന്ന് പറയുന്നത് അതെല്ലാം ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ഭാഗമാണ്. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അപ്പം ഇത് പടം വരയ്ക്കണം. ഞാൻ ഇത് കൺസെപ്റ്റ് ആണ് പറഞ്ഞു തന്നത്. ഇത് ഒന്നുകൂടെ വരയ്ക്കാം. മിഷേൽ വരച്ചോ? ഓക്കെ. അപ്പം ഞാൻ ഇത് ഒന്നുകൂടെ പറഞ്ഞു തരാം, നോക്കിക്കോളൂ. നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനെ പറ്റിയും ക്രിട്ടിക്കൽ ആംഗിളിനെ പറ്റിയുമാണ് പറയാൻ പോകുന്നത്. അപ്പൊ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് റിഫ്ലക്റ്റിംഗ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ എപ്പോഴും അത് ബിഹേവ് ചെയ്തില്ല. ചില കേസിൽ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പലതായിട്ടാണ് തന്നിരിക്കുന്നത്. അതിന് പകരം ഞാൻ ഒറ്റ പടത്തിനകത്ത് എല്ലാം തരാൻ പോകും. ഓക്കെ. അപ്പം ഞാൻ ഇതൊരു ഡെൻസർ മീഡിയം ആയിട്ട് എടുത്തു. എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. ഇതൊരു ഡെൻസർ മീഡിയം ആയിട്ട് എടുത്തു. ഇതൊരു റെയറർ മീഡിയം ആയിട്ട് എടുത്തു. അപ്പൊ ലൈറ്റ് റേ ഇപ്പൊ ട്രാവൽ ചെയ്യുന്നത് എന്താണ്? ഡെൻസറിൽ നിന്ന് റെയറിലോട്ടാണ് എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഇൻസിഡന്റ് റേ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത എന്ത് വരയ്ക്കണം? നമ്മൾ ഒബ്വിയസ്ലി നോർമൽ വരയ്ക്കണം. ഓക്കെ, നോർമൽ വരച്ചു. അപ്പം ഇതാണല്ലോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണല്ലോ. ആംഗിൾ ആയി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് ഇഫ് ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയം? Moves away from the normal. അപ്പൊ ഇങ്ങനെ പോവുമല്ലോ. അപ്പൊ ഇതായിരിക്കുമല്ലോ നമ്മുടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണല്ലോ. ആണ്. എന്നാൽ ഇവിടെ തന്നെ വെച്ചിട്ട് വേറൊരു ആംഗിളിൽ ഞാൻ ഇതിൽ ഇൻസിഡന്റ് ചെയ്യിക്കാൻ പോകും. ആ സെയിം പോയിന്റിൽ തന്നെ വെച്ചിട്ട് വേറൊരു ആംഗിൾ എന്ന് പറയുമ്പോൾ വേണ്ട ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇപ്പൊ തന്നെ നോർമൽ ഇങ്ങനെ വരച്ചു. ഇപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതാ? ഇതല്ലയോ? അല്ലയോ? ഞാൻ ചോദിക്കുന്നത് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണോ വലുത്? ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണോ വലുത്? ഇത്. അപ്പം ഇനിയും റിഫ്രാക്ട് ചെയ്യണമല്ലോ. അപ്പൊ എങ്ങനെയായിരിക്കും പോകുന്നത്? ഡെൻസറിൽ നിന്ന് റെയറിലാണ്, ബെൻഡ് അവേ ഫ്രം ദി നോർമലാണ്. അപ്പൊ ഈ റിഫ്രാക്ഷൻ ആംഗിൾ ആണോ വലുത്? ഈ റിഫ്രാക്ഷൻ ആംഗിൾ ആയിരിക്കും വലുത്? ഇതായിരിക്കും. കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വലുതാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും വലുതായി. കണ്ടോ? ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. എന്നിട്ട് ഞാൻ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഞാൻ ഇതേ കൊണ്ട് ഇൻസിഡന്റ് ചെയ്യുക. ഓക്കെ. അപ്പം ഈ ആംഗിളിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഞാൻ നോർമൽ വരച്ചപ്പോൾ എനിക്ക് ഇവിടെ നോക്കിയോ, ഈ ഇതിന്റെ പ്രത്യേകത ഞാൻ റെഡ് വെച്ചിട്ട് വരയ്ക്കാം. നോക്കിക്കോളൂ. ഓക്കെ. ഈ ആംഗിളിനെ ഇൻസിഡന്റ് ചെയ്യിച്ചു. അപ്പൊ ഈ ആംഗിൾ ഇൻസിഡന്റ് ചെയ്തപ്പോൾ ഡെൻസറിൽ നിന്ന് റെയറിലോട്ടാണ്. അപ്പൊ എന്ത് ചെയ്യണം? റിഫ്രാക്ട് ചെയ്ത് ബെൻഡ് അവേ ഫ്രം ദി നോർമൽ ആയിരിക്കണം. അപ്പൊ ഇത് ബെൻഡ് അവേ ഫ്രം ദി നോർമൽ ആയിട്ട് ഈ തവണ പോയത് ഇങ്ങനെ. അപ്പം എന്താ അവിടെ മനസ്സിലായത്? ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലയോ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതാണ്. ഓക്കെ. അപ്പൊ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇവിടെ ഏതാ? എത്ര ആയിരിക്കും? 0. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആ 90 ഡിഗ്രി. ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇവിടെ എത്ര? 90 ഡിഗ്രി. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുമ്പോഴുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമ്മൾ ഒരു പേര് വിളിക്കും, ക്രിട്ടിക്കൽ. അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുന്നത്.
എല്ലാ റിഫ്രാക്റ്റിംഗ് സർഫസിനും ക്രിട്ടിക്കൽ ആംഗിൾ ഉണ്ട്. ആ ഇപ്പൊ വെള്ളത്തിനാണെങ്കിൽ ഓൾമോസ്റ്റ് വെള്ളത്തിന്റെ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ടറിനാണ് 49 ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പൊ നിങ്ങൾ 49 ഡിഗ്രിയിൽ ആ വാട്ടറിന്റെ സർഫസിൽ ലൈറ്റിനെ ഇൻസിഡന്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 42 ആണ്. 42 ഡിഗ്രിയിൽ ഗ്ലാസ്സിൽ നിങ്ങളെ ലൈറ്റിനെ ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ റിഫ്രാക്ഷൻ നടക്കുകയാണെങ്കിൽ എത്ര ഡിഗ്രിയിൽ നടക്കും? 90 ഡിഗ്രിയിലായിരിക്കും റിഫ്രാക്ഷൻ നടക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ അതിനെയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുക. എന്നിട്ട് ഇനി നോക്കിയേ, ഇനി ഞാൻ ഇവിടെ ലൈറ്റ് റേനെ ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് നോക്കിയേ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഇതേപോലെ തന്നെ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടാണ് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നത്. അപ്പം നോർമൽ എങ്ങനെ വരയ്ക്കും? നോർമൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കും. അപ്പം ഓൾറെഡി റിഫ്രാക്ഷന്റെ മാക്സിമം ആയി. 90 ഡിഗ്രി അല്ലേ റിഫ്രാക്ഷൻ മാക്സിമം. ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇതിന് റിഫ്രാക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. പകരം എന്ത് ചെയ്യാന്ന് അറിയാമോ? ഇനി ഇത് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെ. അപ്പം ഈ ആംഗിൾ എന്താ? ഈ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതൽ, അതായത് ഈ ആംഗിളിനെക്കാട്ടിലും കൂടുതലാണ് ഇത് ആംഗിൾ, ഈ ആംഗിളിനെക്കാട്ടിലും കൂടുതലാണ് ഈ ആംഗിൾ, ഈ ആംഗിളിനെക്കാട്ടിലും ഒക്കെ കൂടുതലായിരിക്കും ഈ ആംഗിൾ. അപ്പൊ ഇവിടത്തെ ഐ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ ലൈറ്റ് എന്ത് ചെയ്യും? റിഫ്രാക്ട് ചെയ്യത്തില്ല, പകരം എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്ത് സെയിം ചെയ്തിട്ടുണ്ട്. അതായത് ഗ്ലാസിന്റെ സർഫസിൽ നിങ്ങൾ 50 ഡിഗ്രിയിൽ ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് റിഫ്രാക്ഷൻ നടക്കത്തില്ല, റിഫ്ലക്ട് ചെയ്ത് സൈഡിലോട്ട് വരും. വാട്ടറിന്റെ സർഫസിൽ നിങ്ങൾ 43 ഡിഗ്രി, വാട്ടറിന്റെ 50 കേട്ടോ, ഗ്ലാസിന്റെ സർഫസിൽ 43 ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ 42ആണ് അവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിൾ, 43ലാണ് ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അത് റിഫ്ലക്ട് ചെയ്യാതെ റിഫ്രാക്ട് ചെയ്യാതെ പകരം എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്ത് സെയിം എഴുതുന്നത്. അപ്പൊ ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് ഇവിടെ എന്തായിട്ട് ബിഹേവ് ആയി? റിഫ്ലക്റ്റിംഗ് ആയിട്ട് ബിഹേവ് ആയി. ഈ പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇതിനെ പറ്റിയാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് ഒരു പടം വരയ്ക്കാൻ സ്ഥലം വിട്ടിട്ട് ബാക്കി എഴുതിക്കോ. വെൻ എ ലൈറ്റ് റേ അല്ലെങ്കിൽ അതെങ്കിൽ ഒരു സെക്കൻഡ് condition for total internal reflection, condition for total internal reflection. എന്ത് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തപ്പോഴാണ് ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ നടന്നത്? ഒന്ന് എന്തായിരിക്കണം എന്നറിയോ? ലൈറ്റ് റേ ഷുഡ് ട്രാവൽ ഫ്രം എന്താണ്? ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. റെയറിൽ നിന്ന് ഡെൻസറിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. മനസ്സിലായി? ഡെൻസർ ടു റെയറർ മീഡിയം. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എപ്പോഴാണ് റിഫ്ലക്ട് ചെയ്തത്? ആ സർഫസിന്റെ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നപ്പോഴാണ് റിഫ്ലക്ട് ചെയ്തത്. അപ്പം എഴുതുക എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് on the surface should be greater than its critical angle. Okay ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്തത് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എഴുതിയത്. ടോട്ടൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഒന്ന് എഴുതിയത്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ എഴുതിയത്. when a ray of light when a ray of light traveling in a from a denser medium to rarer medium,
incident at the surface of rarer medium at an angle of incidence greater than critical angle. The ray is totally reflected back into the denser medium. This phenomenon is called total internal reflection. Okay ആണല്ലോ